സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 655 രൂപയാണ് ഇന്നിപ്പോൾ രാവിലെ കുറഞ്ഞത്. 15,640 രൂപയാണ് ഗ്രാമിൻ്റെ ഇപ്പോഴത്തെ വില. പവന് 5,240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയായി. പ്രദീപ് ജോസഫ് നമുക്കിപ്പോൾ ഉണ്ട്. പ്രദീപ്, ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി കണ്ടാൽ മതിയോ? പ്രതിഭാസമായി മാത്രം കണ്ടാൽ മതി എന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്നലത്തേതിനെ അപേക്ഷിച്ച് നേരിയ വിലക്കുറവ് എന്ന് പറയാം. ഒരു ഗ്രാമിന് 655 രൂപ എന്ന് പറയുമ്പോൾ പവന് 5,240 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്നലെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയും ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയും തമ്മിൽ ഏതാണ്ട് 6,240 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. അതേസമയം വീണ്ടും സ്വർണ്ണവില മുകളിലേക്ക് പോകാൻ ഇടയുണ്ടെന്നാണ് വിപണിയുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും അല്പം കൂടി താഴേക്ക് വരികയും ചെയ്യാം. അങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി എന്തായാലും ഉണ്ടാവുക എന്ന് തന്നെ കരുതുന്നു. അതേസമയം ഇന്ന് 1,25,120 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയെങ്കിലും ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏതാണ്ട് 6,000 രൂപയോളം അധികം നൽകണം. അതായത് GSTയും പണിക്കൂലിയും മറ്റ് ഹാൾമാർക്കിംഗ് ചാർജും എല്ലാം ഉൾപ്പെടെ ഏതാണ്ട് 1,32,000 രൂപ കൊടുത്തുവെങ്കിൽ മാത്രമേ ഒരു പവൻ സ്വർണ്ണാഭരണം കേരളത്തിൽ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധന തന്നെയാണ് ആഭ്യന്തര വിപണിയിലും വിലവർധനയ്ക്ക് കാരണം. പ്രധാനമായും അമേരിക്ക ഇറാൻ ഒരു യുദ്ധ സാധ്യത അല്ലെങ്കിൽ സംഘർഷ ഭീതി ഉയർന്നതാണ് ഇന്നലെ വലിയ തോതിൽ വില ഉയരാൻ കാരണമായത്. എന്തായാലും വിപണി അല്പമൊന്ന് താഴ്ന്നിട്ടുണ്ട്. അതാണ് ഇന്ന് വിലക്കുറവിന് കാരണമായിരിക്കുന്നത്.